ഹായ് ഹലോ, ഇന്നൊരു കോളിഫ്ലവർ പൊട്ടറ്റോ മസാല കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു കോളിഫ്ലവർ എടുത്ത് അടർത്തി വെച്ച് നന്നായിട്ട് കഴുകി അതിനുശേഷം വെള്ളം തിളപ്പിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്പം ചേർത്തു. അതിൽ 5 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഒരു പൊട്ടറ്റോയാണ്, അതെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വെച്ചു. ഇനി ഇത് രണ്ടും ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഓയിൽ ഒഴിച്ചു. അതിലേക്ക് കോളിഫ്ലവർ ഇടാം. 1/4 ടീസ്പൂൺ വീതം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് അതൊന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെക്കണം. ഒരു 2 മിനിറ്റിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. ഇനി ഒന്ന് ഇളക്കിയിട്ട് അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ അത് ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ പൊട്ടറ്റോയും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം അതും അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർക്കാം. കാൽ ടീസ്പൂൺ ജീരകം ചേർക്കാം. ഇനി അതൊന്ന് ഇളക്കി ഫ്രൈ ചെയ്ത് എടുക്കണം. അതും കുറച്ച് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിന് മസാല തയ്യാറാക്കുന്നതിനായിട്ട് ആ പാനിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞതും 1 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. ഇനി അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് പൊടികൾ വഴറ്റിയെടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്തു. പൊടി നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് വലിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്തു. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ തക്കാളി വേവുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിയൊക്കെ ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇടാം. പൊട്ടറ്റോ കൂടി ചേർക്കാം.
ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം പൊട്ടറ്റോയും കോളിഫ്ലവറും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തു ഒന്ന് മിക്സ് ചെയ്യാം. കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് ഇളക്കണം. ഗരം മസാല പൊടി ചേർത്തു. കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ടു. അങ്ങനെ കോളിഫ്ലവർ പൊട്ടറ്റോ മസാലക്കറി റെഡിയായി. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും നാനിനും എന്തിനു വേണ്ടിയിട്ടും നല്ലൊരു കറിയാണ്. ചോറിനും ഉപയോഗിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.